നമസ്കാരം. വയനാട് മുണ്ടക്കയിൽ ഒറ്റ രാത്രി കൊണ്ട് പ്രകൃതി കളിതുള്ളി സംഹാര താണ്ഡവമാടി ജീവിതം സ്വപ്നം കണ്ട് ആവോളം സ്നേഹിച്ച് ഒരുപാട് മോഹങ്ങളും ലക്ഷ്യങ്ങളുമായി സ്വപ്നങ്ങളുമായി നടന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുന്നിൽ ഒരു ബോംബ് ശബ്ദം പോലെ പ്രകൃതി കളിതുള്ളിയപ്പോൾ ഒട്ടനവധി പ്രിയപ്പെട്ടവർക്ക് ഒറ്റവരെയും ഒടുവരെയും നഷ്ടമായി. വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞ എല്ലാവർക്കും ആദ്യമേ ആദരാഞ്ജലികൾ. വയനാട്ടിലെ മുണ്ടക്കയിലും ചുരൽമലയിലും ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായത് ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 151 ഉയർന്നു. 211 പേർ കാണാതായവരുടെ പട്ടികയിലുണ്ട്. കേരളത്തെ ബാധിച്ച ഏറ്റവും വലിയ ഉരുൾപൊട്ടലുണ്ടായി ബന്ധപ്പെട്ട ദുരന്തമാണിത്. നിരവധി കുടുംബാംഗങ്ങൾ ഒറ്റപ്പെടുകയും 191 പേർ ആശുപത്രിയിലാവുകയും ചെയ്തിട്ടുണ്ട്. വൻ രക്ഷാദൗത്യം കഴിഞ്ഞ ദിവസം രാത്രി വൈകിയും തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കണ്ടെത്താനിരിക്കുന്നവരിൽ തേയില കാപ്പിത്തോട്ടങ്ങളിലെ തൊഴിലാളികളുടെയും അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ദുരന്തമുണ്ടായപ്പോൾ തങ്ങളുടെ കോട്ടേജുകളിലേക്ക് ഉറങ്ങുകയറുന്ന പശ്ചിമ ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നുമുള്ള കുടിയേറ്റ തൊഴിലാളികളെയും കാണാതായവരുടെ പട്ടികയിൽപ്പെടുന്നുണ്ട്. വയനാട് ദുരന്തത്തിന്റെ വ്യാപ്തി വളരെ വലുതെന്ന് വ്യക്തമാക്കുന്നതാണ് പുറത്തുവരുന്ന വിവരം. ദുരന്തത്തിൽ വന്ന് ആഹ്ലാദമേറ്റ മുണ്ടക്കൈ എന്ന ചെറുപ്രദേശം പൂർണ്ണമായും തകർന്നിട്ടുണ്ടാകാമെന്ന ആശങ്കയിലാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. കൂടുതൽ സൈന്യം വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് സംഭവം അറിഞ്ഞ ഉടൻ തന്നെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെയാണ് ഓരോ തീരുമാനങ്ങളും എടുത്തുകൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപിയെയും കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യനെയും ചുമതലപ്പെടുത്തുകയും ഉടൻ തന്നെ വയനാട് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്താനും റിപ്പോർട്ട് നൽകാനും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ 2 മന്ത്രിമാരും അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വയനാട്ടിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്രമന്ത്രിമാരെയാണ് പ്രധാനമന്ത്രി നിയോഗിച്ചിരിക്കുന്നത്. NDRFും ആർമിയും ഉൾപ്പെടെ കേന്ദ്രസേന എല്ലാം വയനാട്ടിൽ എത്തുന്നുണ്ട്. ഇന്ത്യൻ നേവിയും INS സമാൻ അറബിക്കടലിൽ നങ്കുരമിട്ട് നിൽക്കുന്നുണ്ട്. അമിത്ഷായുടെ നേതൃത്വത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിൽ പ്രത്യേക കൺട്രോൾ റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. NDRFിന്റെ പ്രത്യേക ടീമും എത്തിയിട്ടുണ്ട്. കൂടാതെ പ്രത്യേക പരിശീലനം ലഭിച്ച ഡോഗ് സ്ക്വാഡും ഉണ്ടാകും. മദ്രാസ് റെജിമെന്റിൽ നിന്നും ഇന്ത്യൻ ആർമി ഒരു താത്കാലിക ബ്രിഡ്ജ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക എഞ്ചിനീയറിംഗ് ടീം വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. 110 അടി പാലം നിർമ്മിക്കാനുള്ള ടീമാണ് പുറപ്പെട്ടിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ പ്രത്യേക കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. എല്ലാം മോദി ആണ് ഈ കൺട്രോൾ റൂമിലെല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് ശേഷം മോദി കൂടി ചേർന്ന് ഇതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം വയനാട് നിർമ്മിക്കുന്നതിന് വേണ്ടി, അതായത് വയനാട് നവ വയനാടാക്കി നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സാമ്പത്തിക പാക്കേജിന്റെ സഹായം കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാകുമെന്ന് ജോർജ് കുര്യൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാർ എത്ര മണിക്കൂറായിട്ടും, അതായത് ഇത്രയും 24 മണിക്കൂറായിട്ടും ഒരു ധനസഹായം പോലും പ്രഖ്യാപിച്ചിട്ടില്ല എന്നത് അങ്ങേയറ്റം നാണക്കേടാണ്. കൂടാതെ ഇനിയും ഒരുപാട് ജീവനുകൾ കണ്ടെത്തേണ്ടതുണ്ട്. അത് കഴിഞ്ഞു പോരെ സർക്കാർ ഖജനാവെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന അക്ഷയ പാത്രത്തിലേക്ക് സംഭാവന ചെയ്യുന്നത്. എന്തായാലും ജനങ്ങൾ നേരിട്ട് തന്നെ സംഭാവന ചെയ്യില്ല എന്ന് ഉറപ്പാണ്. കാരണം 2018 അനുഭവം ജനങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനത്തിനായി BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ അയച്ച് BJP തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലൈ. തമിഴ്നാട് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശ്രീ AP മുരുകാനന്ദന്റെ നേതൃത്വത്തിലാണ് ഈസ്റ്റ് റോഡ് സൗത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീ ദേവാനന്ദം, തിരുപ്പൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീ സെൽവൻ, നീലഗിരി ജില്ലാ പ്രസിഡന്റ് ശ്രീ മോഹൻ രാജ് എന്നിവരടങ്ങുന്ന സംഘത്തെയാണ് അണ്ണാമലൈ വയനാട്ടിലേക്ക് അയച്ചിരിക്കുന്നത്. ദുരന്തത്തിൽപ്പെട്ടവർക്ക് പരമാവധി എല്ലാ സഹായവും നൽകണമെന്ന് അണ്ണാമലൈ പറഞ്ഞിട്ടുണ്ട്. പശ്ചിമഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്ന വൻ ദുരന്തങ്ങൾ ഒരു മുന്നറിയിപ്പ് പോലെ പ്രവചിച്ച മാധവ് ഗാഡ്കിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഇന്ന് 13 വർഷമാവുകയാണ്. അത് പാലിച്ചിരുന്നു എങ്കിൽ വയനാട്ടിൽ 2018 2019 ഇപ്പോഴും ഈ ഒരു മഹാദുരന്തം ഉണ്ടാകില്ലായിരുന്നുവെന്ന് എടുത്തു പറയേണ്ട കാര്യമാണ്.